ഇപ്പം ലേറ്റസ്റ്റ് ചാപ്റ്റേഴ്സിൽ ഗോഡ് വാലി ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകുന്നതായിട്ട് കണ്ടായിരുന്നു. ലേറ്റസ്റ്റ് 3 ചാപ്റ്റേഴ്സിൽ ലൈക്ക് ഇൻസിഡൻറ്റ് തുടങ്ങി, ഗോഡ് വാലി ഇൻസിഡൻറ്റ്. എന്തെങ്കിലും എവിടെയെങ്കിലും കണക്ഷൻസോ ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തായിരുന്നോ? ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആയിട്ടുള്ളത് ഇപ്പം തോന്നിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ചാപ്റ്റേഴ്സിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോയിലറായിട്ടല്ല, പുതിയ ചാപ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പണ്ട് തന്നെ നമ്മളത്തെ പറയുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ റോജറും ഗാർപ്പും ചേർന്ന് സെബക്കിനെ അടിച്ചു എന്നുള്ളൊരു കാര്യം. സെബക്ക് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ബിഗസ്റ്റ് ക്രിമിനൽ ആയിട്ടുള്ള ക്യാരക്ടറിന് ഈ പറഞ്ഞ ഗാർപ്പും റോജറും ചേർന്ന് അടിച്ചു എന്നുള്ളത്. അപ്പോഴ് അതും റോജറും ഗാർപ്പും എന്ന് പറഞ്ഞാൽ രണ്ട് ഐഡിയോളജീസ് ഫോളോ ചെയ്യുന്ന ആളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ പൈറേറ്റും ഒന്ന് ഗവൺമെൻറ്റും. അതേപോലെ 2 ഡിഫറെൻറ്റ് ഐഡിയോളജീസ് ഉള്ള 2 രാജ്യങ്ങൾ ചേർന്ന് ഒന്നിച്ച് നിന്ന് ഫൈറ്റ് ചെയ്ത് തോപ്പിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്കറിയാവുന്നത് ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള അമേരിക്കയും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് കൺട്രി ആയിട്ടുള്ള റഷ്യയും ചേർന്ന് ഈ പറഞ്ഞ സെക്കൻഡ് വേൾഡ് വാറിലെ ആ ഒരു ഫൈറ്റ് ആയിരുന്നു. ഇത് തന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു കാര്യം കൂടി ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെ അറ്റയറാണ് ഡ്രസ്സിൻ്റെ. ഇപ്പം റോജറിൻ്റെ ഡ്രസ്സാണെങ്കിൽ ചുമന്ന ഡ്രസ്സിനകത്ത് മഞ്ഞ ഇതാണ്, സോവിയറ്റ് യൂണിറ്റ് പഴയ ഫ്ലാഗിൻ്റെ കളർ. അമേരിക്കയുടെ ആണെങ്കിൽ ബ്ലൂ വൈറ്റ് ആൻഡ് റെഡ് ഗാർപ്പിൻ്റെ അറ്റയർ. സോ അങ്ങനെ ചുമ്മാ ഒരു തോന്നൽ തോന്നിയതല്ലേ, എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓടെ ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പറയുന്ന ഒരാളാണ്. നമുക്കിപ്പം മരി ജോയ്സിന്റെ ഇൻസിഡന്റ്, റെവറി, ലൈക്ക് അതിന്റെ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ വിലയേറിയ താഴെ കമന്റ് ചെയ്യുക. ഞങ്ങൾ വായിക്കുന്നതായിരിക്കില്ല, അല്ല വായിക്കുന്നതായിരിക്കും.